നാടൻ കോഴിമുട്ട. രോഗി കോഴിയല്ല പറന്നു മുട്ടയിരുന്നു. വല്ലതും പറ്റിയോ? പിന്നെ പറ്റാതെ 500 രൂപയുടെ മുട്ടയല്ലേ പൊട്ടിയത്. അതല്ല ദേഹത്ത് വല്ലതും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത്. വരൂ എവിടേക്ക്? ആശുപത്രിയിലേക്ക്. അതിന് മാത്രം ഒന്നുമില്ല. അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നടക്കാനാ പറഞ്ഞത്. വിട്. നിങ്ങൾ ആരാ? ജീപ്പ് ജീപ്പ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും നേരെ ശങ്കരമംഗലം ആശുപത്രിയിലോട്ട് പോട്ടെ. എന്തിനാ സാർ ഇതൊക്കെ? നിങ്ങൾ അധികം സംസാരിക്കരുത്. ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാവും. സിസ്റ്റർ, രക്തം, കഫം, മലം, മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം. എക്സ്റേ തലയുടെ, നെഞ്ചിന്റെ, പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെയും ഓരോന്നിരിക്കട്ടെ. എല്ലാം എടുത്തല്ലോ? എടുത്തു സാർ. ഇതിലും ഭേദം ആക്സിഡന്റ് ഞാൻ ചത്തു പോകുന്നതായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും? 1500 വരും സാർ. വെരി ഗുഡ്. എങ്കിലും നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എക്സ്റേ, പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേക്കും. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. എന്റെ ഭഗവാനെ. ശ്വാസം വലിച്ചു വിട്ടെ. എന്താണ് സിസ്റ്റർ ഇത്? ദേഹത്തൊരു പോറിൽ പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ഈ ടെസ്റ്റുകളൊക്കെ അടുപ്പിച്ച് എന്തിനാ? ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എനിക്കൊരു കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ. രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ? അതിനു മുമ്പ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു? പറയൂ. രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും. ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക സാർ. ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റി ഒരു വരവായിരുന്നു. അത് ശരി. ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായി. എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ. മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യ. 5 മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ മുട്ടക്കാരൻ തട്ടിപ്പോയനെ. എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ? സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. എന്ത് വേണേ ചെയ്യാം. കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. എന്താ? അതൊക്കെ ഡോക്ടറുടെ ഇഷ്ടം. എന്തായാലും അയാൾ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത്. മിസ്റ്റർ മഹാദേവൻ ഇരിക്കൂ. ഞാൻ ഒരിക്കൽ കിള്ളിക്കുറിശിയിൽ പോകുന്ന വഴിക്ക് ശങ്കരമംഗലം ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല, എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും. എന്ത് തരും? എന്തും. എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത്? അതിരിക്കട്ടെ, ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്? ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാതെ തിരിച്ചുവിട്ടതാണ്. കാരണം മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഞാനത് ഡോക്ടറോടായതുകൊണ്ട് മാത്രം പറയണം. ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ്. അത് ശരി, കൊള്ളാലോ. അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ? ചീപ്പാണെന്ന് മാത്രമല്ല, ആള് കള്ളനുമാണ്. ഓഹോ, കള്ളനുമാണല്ലേ? അതെ ഡോക്ടർ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല. നമ്മുടെ ഈ സിറിഞ്ചിലെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് 3-4 കേസ് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു. ചേടാ ഭയങ്കര. പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു. അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി. നേരെയാണോ ഡോക്ടർ ജോസഫ് മാത്യു? കാഷ്വാലിറ്റിയിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. OP-യിലാണെങ്കിൽ തിക്കും തിരക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അമ്മായി ഒന്ന് വന്ന് കാണണം, അന്തം വിട്ടുപോകും. ഞാൻ ഇത്തവണ ഒരു ടെക്നിക്ക് ആലോചിച്ച അമ്മാവ. ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം. എന്താ കാര്യം? സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും. അതതുപോലെ സംഭവിച്ചു. 99% രോഗികളും സ്ത്രീകളാണ്. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ. ഓ, അതൊന്നും സാരമില്ല മഹാദേവ. ഞാൻ പറഞ്ഞ മറ്റേ ടെക്നിക്ക് ഉണ്ട്. അതേത് ടെക്നിക്ക്? പ്രമാണത്തിൽ ഒപ്പിട്ട എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയക്കുന്ന ടെക്നിക്ക്. ഓ, ആ ടെക്നിക്ക്. പ്രമാണം എടുക്കട്ടെ? എടുത്തോളൂ. അയ്യോ അമ്മാവ, പൊലച്ചു.
സൂര്യൻ അസ്തമിച്ച് പോയില്ലേ? ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പോയി വിളക്ക് എത്തിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. സൗകര്യങ്ങളെ കൊണ്ടോ നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ അയ്മുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ താമസിച്ചോ, ഞാൻ നിങ്ങളെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടന്. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ഇല്ല. ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ? എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ? പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡുണ്ട്. എന്തിനാ? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പരിശോധിക്കണം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കത്തെഴുതാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ? പൂട്ടല്ലേ? ഹലോ, മൃഗാശുപത്രിയോ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്, ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഛേ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോ ഒന്ന് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവളുടെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ടേ ഞാനും ചാവുള്ളൂ. എടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താണീ നോക്കുന്നത്? കാരണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാളെ കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണ് എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യേ വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അയ്യോ, അവളെ വിടടി, എന്നെ കൊല്ലട്ടെ.
ഞാൻ ചത്താ അവക്ക് കരണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയാസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവൃതയായിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടേന്ന് വിരുന്നതിന് മുമ്പ് അവൻ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? അയ്യോ ഞാൻ പറഞ്ഞ കേൾക്കൂല. ഒന്ന് അടങ്ങ്. ഇന്ന് എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ഒരു ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ള് മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ ഒന്ന് അടങ്ങ്. പ്രശ്നം തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്ക് മുട്ടി ഇവളിപ്പൊ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ? പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലി ഞാൻ. എന്താടി നോക്കിയിരിക്കുന്നത്? കേൾപ്പണി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു. ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അതെങ്ങനെയല്ല മോനെ, ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. ചായ കുടിക്കാൻ തന്നാ ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചേട്ടാ. ഞാനിപ്പോ കുടിച്ചാ. ഒരു ചായ അതെ, വാതിലടിച്ച് കുച്ചിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളതെന്ന്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്ത് വിടുന്ന പ്രശ്നമില്ല. ആയിമുട്ടി പട്ടി. ഡോക്ടർ എന്താണോ? ഡോക്ടർ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഡോക്ടറിന്റെ അച്ഛനും നോക്കത്താ ദൂരം വരെയായിരുന്നു പാടം. പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വെച്ചിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞ് തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്. എന്ത് പാല്? മണിപ്പാല്. മണിപ്പാല്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. ഇടയ്ക്ക് കയറി പറയരുത്. എന്താണ്? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണ എവിടേക്കാ കിടക്കണെന്ന്? എന്ത് വിറ്റാലെന്താ? ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാവല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡി അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. സുമേ, ലതേ, അയ്മുട്ടി. ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല. ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടാ ഇതിനൊക്കെ സമയം? മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ? ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ അയ്മുട്ടി ഇറങ്ങാൻ നേരത്തെ കാറ് കേടായി. പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാ വന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്ന് ഇവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വന്നാട്ടെ, നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പറഞ്ഞു. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. അയ്യേ, ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. അതെന്തിനാ? മാറ്റണോ? മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാം. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ? നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ?
എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവിളത്ത് നുള്ളാത്തത്? എന്റെ കവിളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതെ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പിടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടുകല്ല, നിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവും അമ്മാവന് തോന്നുന്നുണ്ടോ? എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. പാൽനിറ പാൽക്കുഴമ്പ് എന്നിവ ഉള്ളം കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങൾ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചം മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കെട്ടുമ്പനെ ആനാക്കാമാനെ പൂഞ്ഞാക്കാം പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാധ്യമ ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ടിക്കൊല്ലേണ്ട വിദേശ രാജ്യങ്ങൾ ചുറ്റിത്തൽച്ചാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ കളിയാണ് പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ മുള്ളിയാ തെറിക്കുക, വെള്ളത്തിൽ മുള്ളിയാൽ നുരവങ്ങുക, ചില മൂത്ര നീ നാവാട്, ഞാൻ മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ, ഇതിൽ മായമില്ല മന്ത്രമില്ല